ഷെയ്ഖ് ഹസീനയുടെ രാജിക്കും ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ അസ്ഥിരതയ്ക്കും പിന്നിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയെന്ന റിപ്പോർട്ട്. ഇസ്ലാമിയ ഛാത്ര ശിബിർ എന്ന പേരിലുള്ള സംഘടനയ്ക്ക് പാകിസ്ഥാന്റെ ISIയുമായി ബന്ധമുണ്ടെന്നും ബംഗ്ലാദേശ് വൃത്തങ്ങൾ പറയുന്നു. ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ പതനത്തിനും ബംഗ്ലാദേശിൽ കലാപം കൊടുമ്പിരി കൊള്ളുന്നതിനും പിന്നിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ ഇസ്ലാമി ഛാത്ര ശിബിറാണെന്നാണ് ബംഗ്ലാദേശ് വൃത്തങ്ങളുടെ കണ്ടെത്തൽ. പാക് രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയുടെ പിന്തുണയോടെയാണ് സംഘടന നിർണായക നീക്കങ്ങൾ നടത്തിയത്. പ്രദേശത്തുടനീളം അക്രമം അഴിച്ചുവിട്ടതിലും ഇസ്ലാമി ഛാത്ര ശിബിറിന്റെ പങ്ക് വലുതെന്നുമാണ് ബംഗ്ലാദേശ് വൃത്തങ്ങളുടെ വെളിപ്പെടുത്തൽ. ബംഗ്ലാദേശിനെ വലിഞ്ഞുമുറുകുന്ന രാഷ്ട്രീയ അസ്ഥിരതയ്ക്കും ഷെയ്ഖ് ഹസീനയുടെ രാജിക്കുമായുള്ള കരുനീക്കങ്ങൾ നേരത്തെ തുടങ്ങിയതാണ്. കഴിഞ്ഞ 2 വർഷങ്ങളിലായി ഇസ്ലാമി ഛാത്ര ശിബിറിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ ബംഗ്ലാദേശിലെ വിവിധ സർവകലാശാലകളിൽ പ്രവേശനം നേടി. മറ്റു വിദ്യാർത്ഥികളെ ഇവർ നിരന്തരം പ്രകോപിപ്പിച്ചുവെന്നുമാണ് അധികൃതരുടെ വാദം. ധാക്ക സർവകലാശാല ഉൾപ്പെടെ 4 ഇടങ്ങളിൽ വ്യക്തമായ ആധിപത്യം ഇസ്ലാമി ഛാത്ര ശിബിറിനുണ്ട്. സംഘടനയുടെ നിരവധി കേഡർമാർ പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്തിട്ടുള്ളതായും ബന്ധപ്പെട്ട വൃത്തങ്ങൾ പുറത്തുവിടുന്ന വിവരം. വ്യാജ ഐഡികൾ ഉപയോഗിച്ച് സംഘടനയിൽ ചേരുന്ന ISI അംഗങ്ങൾ സോഷ്യൽ മീഡിയ വഴി വിദ്യാർത്ഥികളെ ആക്രമണത്തിന് പ്രേരിപ്പിച്ചെന്നാണ് റിപ്പോർട്ട്. ഇതോടെ ഇസ്ലാമി ഛാത്ര ശിബിറിന്റെ പ്രവർത്തകർ ISIയുടെ പ്രചാരണങ്ങളിൽ കുടുങ്ങുകയും ബംഗ്ലാദേശ് ചോരക്കളമാകുകയും ചെയ്തു. കഴിഞ്ഞ ജൂലൈയിൽ ആരംഭിച്ച സംവരണ വിരുദ്ധ സമരം വിദ്യാർത്ഥി പ്രക്ഷോഭമായാണ് തുടങ്ങിയത്. പ്രതിഷേധക്കാർ സർവകലാശാല വിദ്യാർത്ഥികളും. ബംഗ്ലാദേശിനെ ഒന്നാകെ സ്തംഭിപ്പിച്ച പ്രതിഷേധം ആളിപ്പടർന്നു. ഇന്റർനെറ്റ് കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ടു. വ്യാപകമായി നടന്ന ആക്രമണത്തിൽ 300ഓളം ജീവനും നഷ്ടമായി. ഇതിനിടെ ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ വിദ്യാർത്ഥി സംഘടനകളും സമരത്തെ അട്ടിമറിച്ച് അക്രമം അഴിച്ചുവിട്ടുവെന്നാരോപിച്ച് ജൂലൈ 30-ന് സംഘടനയെ നിരോധിച്ചു. ഇതോടെ എല്ലാം കെട്ടടങ്ങുമെന്ന് കരുതിയ ഷെയ്ഖ് ഹസീനയ്ക്ക് അടിതെറ്റി. ബംഗ്ലാദേശ് വിമോചന സമരത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കുള്ള സംവരണം 30-ൽ നിന്ന് 5% സുപ്രീം കോടതി വെട്ടിച്ചുരുക്കിയതോടെ മരവിച്ച പ്രക്ഷോഭം വീണ്ടും ആർത്തിരമ്പി. ഷെയ്ഖ് ഹസീനയുടെ രാജി ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. കണ്ണടച്ചു തുറക്കും മുമ്പ് അക്രമാസക്തമായ സമരത്തിൽ 100-ലധികം ജീവൻ പൊലിഞ്ഞു. മരണം 300 കവിഞ്ഞു. സംഘർഷങ്ങൾ അനിയന്ത്രിതമെന്ന് മനസ്സിലാക്കിയ ഹസീന രാജിവെച്ച് രാജ്യം വിട്ട് ഒളിച്ചോടുകയായിരുന്നു. ഫീച്ചർ ഡെസ്ക് ന്യൂസ് മലയാളം.